ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് വല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. എനിക്ക് തീരെ വയ്യ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തന്നെ ആകെ 2 ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാനും വീട്ടിലത്തെ പണിയെടുക്കാനും ഒന്നിനും വയ്യ. എന്നാലും ഞാൻ എടുക്കണത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. 3 ദിവസം ഞാനൊരു പണിയെടുത്തിട്ടില്ലായിരുന്നു. നല്ല പനിയായിരുന്നു. വലിയ മോളാണ് വീട്ടിലത്തെ പണി, ഐശുവിനെ നോക്കലും എല്ലാം ചെയ്തത് അവളാണ്. ഇന്ന് രാവിലെ എണീറ്റ പാടെ തന്നെ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. മക്കളൊക്കെ ഉള്ളതല്ലേ, 3 ദിവസം ഒളൊറ്റക്കാണ് എല്ലാ ജോലിയും ചെയ്തത്. രാവിലെ ഞാനൊന്ന് വന്ന് നോക്കും, ചെറുതായിട്ട് എന്തെങ്കിലും ചായക്കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഉച്ചക്കും തന്നെ അതേപോലെ ഒന്ന് വന്നിട്ട് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ചെയ്തിരുന്നത് ഈ 3 ദിവസം. ക്ഷീണം ഉണ്ടെങ്കിലും പനി മാറിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ ഇന്ന് അപ്പം ചൂടാന്ന് കരുതി. ഇതാവുമ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കും ചെയ്യാം. ഇതിലേക്കിപ്പോൾ എന്തെങ്കിലും ഒരു കറി വേണമല്ലോ. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് അതാണ് കേട്ടോ കറി വെക്കണത്. രാവിലത്തെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ചായ കുടിച്ചു. അവരൊക്കെ മദ്രസ പോയതാണ്, ഐശുട്ടി എണീറ്റിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് മെഷീനിലാണ് കേട്ടോ ഒന്ന് അലക്കാനിടുന്നത്. എല്ലാ ഡ്രസ്സും ഞാൻ മെഷീനിലിടലില്ല. ഇന്നിപ്പോൾ തീരെ വയ്യാത്തതുകൊണ്ട് എല്ലാം മെഷീനിലാണ് ഇട്ടത്. പിന്നെ ചോറിനില്ല വെള്ളം വെച്ചു. എന്തെങ്കിലും ഒരു കൂട്ടാൻ വേണമല്ലോ. ഉണക്കമീൻ ഉണ്ടായിരുന്നു കേട്ടോ, തള. അത് 2 ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട് അതെടുത്തിട്ട് പൊരിക്കാമെന്ന് കരുതി അത് മുറിച്ച് വൃത്തിയാക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇതാ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരൊറ്റ തിളച്ചിട്ട് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കണം. പിന്നെ മീനിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം പച്ചമുളക് കീറിയിട്ടാൽ എനിക്കിഷ്ടമാണ്. എന്നാണ് ഈ പച്ചമുളകും ഇല്ല. പച്ചക്കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നാളെ പോയി ഇനി അങ്ങാടി പോയിട്ട് പച്ചക്കറി വാങ്ങണം. ഇതിൻ്റെ ഇടയിൽ ഇതാ ചോറൊക്കെ തിളച്ചിട്ടുണ്ട്. അത് ഞാൻ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചു. പിന്നെ മീനൊക്കെ ഇതാ പൊരിക്കാൻ വെക്കുകയാണ്. ഉപ്പേരിക്കുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഞാനിവിടെ വണ്ടിക്കാർ വന്നപ്പോൾ കൂർക്കൽ മേടിച്ചിരുന്നു. അതുണ്ടായിരുന്നു. അത് എടുത്തിട്ട് തോലൊക്കെ കളഞ്ഞ് അത് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ആദ്യം കരുതി ഞാനത് ഉപ്പേരി വെക്കാമെന്ന്. തോല കളഞ്ഞപ്പോൾ അത് കുറച്ചുള്ളായിരുന്നു. ഇതിന് ഉപ്പേരി വെച്ചാലും എന്തെങ്കിലും ഒരു കറി വേണ്ടേ. അപ്പോൾ ഞാൻ കരുതി അത് കറി വെക്കാമെന്ന് കരുതി. ഇതിൻ്റെ ഇടയിൽ ഇതാ ചോറും ആയിട്ടുണ്ട്. ആദ്യം കൂർക്കലൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറെടുത്ത് അതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് വേവിക്കാൻ വെക്കുകയാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അജുദാ എനിക്കിവിടെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനെക്കൊണ്ട് കഴിയും പോലെ അവന് വാങ്ങി തന്നിട്ടുണ്ട്. ഇന്നലെ ലൂലും ഐശോട്ടി ഒരു 12 മണിയൊക്കെ ആകാൻ നേരത്ത് അവരും തന്നിരുന്നു ഇതേപോലെ. എൻ്റെ ബർത്ത്ഡേ സത്യത്തിൽ ഞാൻ തന്നെ മറന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ മക്കൾ മറന്നിട്ടില്ലായിരുന്നു. അവരെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു ഗിഫ്റ്റ് ആണെങ്കിലും അതെനിക്ക് അവർ തന്നല്ലോ. മാഷാ അല്ലാ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ചോറ് വെള്ളം വലിക്കാൻ വെക്കുന്നുണ്ട്. കറി ഞാൻ ഇപ്പോഴാണ് കേട്ടോ അടുപ്പത്തേക്ക് വെച്ചത്. അത് കഴിഞ്ഞിട്ട് കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.